നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി നാളെ വരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 5 സംസ്ഥാനങ്ങളിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, പശ്ചിമ ബംഗാൾ, അസമും പുതുച്ചേരിയുമാണ് 5 സംസ്ഥാനങ്ങൾ. അതിൽ അവസാനത്തെ പോളിംഗ് എന്നത് നാളെ പശ്ചിമ ബംഗാളിൽ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പശ്ചിമ ബംഗാളിലെ പോളിംഗ് പൂർത്തിയാകുന്ന 6 മണിക്ക് ശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുവെന്ന സൂചനകൾ ശരിവെക്കുന്നതാകുമോ എക്സിറ്റ് പോളുകൾ എന്ന ആകാംക്ഷയിലാണ്. അതല്ല അതിനപ്പുറത്ത് ഒരു നിശബ്ദ തരംഗം ഉണ്ടോ, അത് UDF-നോ LDF-നോ അനുകൂലമാകുമോ എന്നതിൽ ഒക്കെ വ്യക്തത വരേണ്ടതുണ്ട്. UDF-ന് നേരിയ മുൻതൂക്കം നൽകും എന്നായിരുന്നു ഭൂരിപക്ഷം പ്രീപോൾ സർവേകളും പറഞ്ഞത്. എന്നാൽ എക്സിറ്റ് പോളുകളിലെ കണ്ടെത്തൽ നിർണായകമാകും. നാളെ വൈകിട്ട് 6:30 മുതൽ വിവിധ ഏജൻസികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ എഴുത്തുകാരൻ NS മാധവൻ ഇടത് സർക്കാരിന് തുടർച്ചയുണ്ടാകും എന്ന പ്രവചനവുമായി രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. 75 സീറ്റുകൾ നേടി 3-ാം വട്ടവും ഇടത് സർക്കാർ വരും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. ഇത്തവണ BJP-ക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുകൂടി NS മാധവൻ പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ഇനിയിപ്പോൾ ഫലമറിയാൻ 6 ദിവസമേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണ് തെരഞ്ഞെടുപ്പുകളെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവിൽ മലയാളികൾക്ക് എന്താകും ഫലം എന്നതിൻ്റെ സൂചനകൾ അറിയാനും ഏറെ താല്പര്യം ഉണ്ടാകും. പലരുടെയും നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്നവരുടെ നിരീക്ഷണങ്ങളും പ്രതീക്ഷകളും ഒക്കെ അവരിങ്ങനെ വലിയ കൗതുകത്തോടു കൂടി വീക്ഷിക്കുകയും ചെയ്യും. സജിത്ത്. തീർച്ചയായിട്ടും അഭിലാഷ്, എന്തായാലും പ്രീ പോൾ സർവേ ഫലങ്ങളെ അപേക്ഷിച്ച് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾക്ക് അല്പം കൂടി കൃത്യത ഉണ്ടാകും. ഇതാണ് പൊതുവിൽ കണക്കുകൂട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു ആകാംക്ഷ പുറത്തു വരാനിരിക്കുന്ന ആകാംക്ഷയുള്ളത് തന്നെ. എന്തായാലും തെരഞ്ഞെടുപ്പുകൾ, വോട്ടെടുപ്പുകളെല്ലാം പൂർത്തിയായ ശേഷമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാവൂ എന്ന ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ പശ്ചിമ ബംഗാളിലെ അവസാനഘട്ട പോളിംഗ് കൂടി പൂർത്തിയാവുന്ന മുറയ്ക്ക് 6:30 എക്സിറ്റ് പോളുകൾ പുറത്തുവരിക. ആദ്യം തന്നെ കേരളത്തിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഏജൻസികൾ തയ്യാറാക്കിയിരിക്കുന്നതാണ്. അത് പെട്ടിയിലാണ്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് നാളെ പുറത്തുവിടാൻ പോകുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ ഏറെക്കുറെ കൃത്യമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കപ്പെടുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രീ പോൾ സർവേകളൊക്കെ UDF-ന്, ചില സർവേകളൊക്കെ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച പറയുന്നുണ്ടെങ്കിലും ഏറെക്കുറെ ഭൂരിപക്ഷവും UDF-ന് തിരികെ വരാനുള്ള സാധ്യത പ്രവചിക്കുന്ന സാഹചര്യങ്ങളാണ്. ഒരു തരംഗ സ്വഭാവമൊന്നും ഒരു സർവേയിലും കടന്നു വന്നിട്ടില്ല. ഒരുപക്ഷെ എക്സിറ്റ് പോളിന് ശേഷവും കണക്കെടുപ്പ് അത് തന്നെ ആകുമോ എന്ന ആകാംക്ഷയുണ്ട്. നമുക്കറിയാം UDF ഒക്കെ 100+ സീറ്റുകൾ എന്ന അവകാശവാദത്തിൽ നിന്നും അവസാനം വരുമ്പോൾ ഒരു 80+ എന്ന കണക്കെടുപ്പിലേക്കൊക്കെ UDF-ഉം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രെൻഡുകളിൽ പോളിംഗിന് ശേഷം മാറ്റമുണ്ടായോ? SAR-ന് ശേഷമുണ്ടായ കണക്കെടുപ്പിൽ നമ്മുടെ ഉയർന്ന പോളിംഗ് ശതമാനം, ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെട്ടത്? ഇതൊക്കെ എക്സിറ്റ് പോളിൽ ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കാം എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് എക്സിറ്റ് പോൾ എന്തായാലും ഈ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം വരാൻ പോകുന്ന എക്സിറ്റ് പോൾ വളരെ നിർണായകമാണ്. ഏറെ ആകാംക്ഷ ഉയർത്തുന്ന കാര്യം തന്നെയാണെന്ന് വ്യക്തമാണ്. കാരണം കേരളത്തിൽ പോളിംഗിന് ശേഷവും കണക്കുകൂട്ടലും കിഴിക്കലുകളുമായി മുന്നണികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. UDF-ന്റെ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ കൂടുതൽ ആവേശം കൈവരുമോ, അതല്ല ഇതുവരെയുള്ള കാത്തിരിപ്പിൻ്റെ ആ പ്രതീക്ഷകളെ തകിടം മറിക്കുന്നതാവുമോ എക്സിറ്റ് പോളുകൾ? ഇതൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അനുകൂലമായ റിപ്പോർട്ടുകളെ സ്വീകരിക്കുകയും എതിരായ റിപ്പോർട്ടുകളെ തള്ളിക്കളയുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവിൽ സ്വീകരിക്കുന്ന രീതി. പൊതുവിൽ എക്സിറ്റ് പോളുകൾ ശരിയായ ചരിത്രമുണ്ട്, തെറ്റായ ചരിത്രവുമുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത് ഈ ദിവസങ്ങളിലെ കാത്തിരിപ്പിനിടയിൽ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സൂചകം കൂടിയായി മാറുകയാണ്. പക്ഷേ തീരുന്നില്ല. അതിനുശേഷം വീണ്ടും ഒരു 5-6 ദിവസത്തെ കാത്തിരിപ്പ് കൂടിയുണ്ട്. എന്നാൽ ശേഷം മാത്രമേ വോട്ടെടുപ്പിൻ്റെ അന്തിമ ഫലം അറിയാനാവൂ. എന്തായാലും എക്സിറ്റ് പോൾ നൽകുന്ന ആകാംക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നാളെ വൈകിട്ട് 6:30 മുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിവിധ ഏജൻസികൾ പുറത്തുവിടും. കേരളം ജനവിധി എഴുതിയിട്ട് ദിവസങ്ങളായി. പക്ഷേ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ നാളെയാണ് പശ്ചിമ ബംഗാളിലെ 2-ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാവുക. അതിനുശേഷം മാത്രമായിരിക്കും എക്സിറ്റ് പോൾ ഫലം പുറത്തു വരികയുള്ളൂ. അതോടൊപ്പം തന്നെ പ്രീ പോൾ സർവേകളുടെ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പലതും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. ചില എക്സിറ്റ് പോൾ ഫലങ്ങളെങ്കിലും UDF-ന് മേൽക്കൈ ഉണ്ടാകും എന്നാണ് പ്രവചിക്കുന്നത്. അപ്പോഴും പ്രേക്ഷകരോട് വളരെ കൃത്യമായി പറയാനുള്ളത്, ഇതെല്ലാം വിവിധ ഏജൻസികൾ നടത്തുന്ന സർവേകൾ ആണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ 2 കോടിയിലധികം വോട്ടർമാർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പിളുകളൊക്കെ ശേഖരിക്കുക എന്നതും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമാണ്. അത് തുച്ഛമാണ് എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഈ സർവേ ഫലങ്ങളുടെ ഒരു പ്രത്യേകത എന്നത്
ഇതിനു മുമ്പും സൂചിപ്പിക്കുന്നതാണ്. അതായത് കൃത്യമായ രാഷ്ട്രീയം ഉള്ള ആളുകൾക്ക്, അത് ഇടത് രാഷ്ട്രീയമാകട്ടെ വലത് രാഷ്ട്രീയമാകട്ടെ NDAയുടെ രാഷ്ട്രീയമാകട്ടെ, അവർക്കൊക്കെ ഇത്തരം സർവേകളോട് പ്രതികരിക്കാൻ താല്പര്യം ഉള്ളവരാകും. പക്ഷേ ഈ ചാഞ്ചാട്ട സ്വഭാവമുള്ള വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകാർ ഒന്നും തന്നെ ഈ സർവേകളിൽ പ്രതികരിക്കാൻ തയ്യാറാകാറില്ല എന്നതാണ് പലപ്പോഴും വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഇത്തരക്കാർക്ക് വലിയ പങ്കുണ്ട് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ചില സർവേ ഫലങ്ങൾ എങ്കിലും പാടെ തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലുമൊക്കെ സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത സർവേ ഫലങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ പൊതുവിൽ ഈ സർവേകളോട് ഒക്കെ എന്താണ് സർവേ ഫലങ്ങൾ പറയുക എന്നത് അറിയാൻ രാഷ്ട്രീയ നേതൃത്വത്തിന്, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക്, രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒക്കെ ഒരു താല്പര്യമുണ്ട്. അതിൻ്റെ എല്ലാം കാത്തിരിപ്പിനെ അവസാനിക്കാൻ 6 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. മെയ് 4-ാം തീയതി ഈ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ചിത്രം തെളിഞ്ഞു കഴിയും എന്നതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.